സോയാബീന് 4 കഷ്ണം 3 കഷ്ണമൊക്കെ ആക്കി നുറുക്കിയതാണ്. തിളച്ച വെള്ളത്തിൽ തന്നെ ഇടാൻ നോക്കണം കേട്ടോ, കേട് വരാതിരിക്കാനാണ്. നമ്മൾ അച്ചാർ സൂക്ഷിക്കാനുള്ളത് കൊണ്ട്. മുളക് പൊടി, സോയാബീന് ഒരു 3-4 കഷ്ണമാക്കി നുറുക്കിയതാണ്. അത് കായം പുരട്ടണം. ഇനി മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, വറ്റൽമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുക. കായത്തിൽ ഉപ്പ്, ഇത്തിരി ഒരു കായം പൊടിച്ചതാണ് അത്. ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. നല്ല കായം തേച്ച് നല്ല പൊടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കായത്തിലിരുന്നോട്ടെ. 3-4-5 അണ്ടിപ്പരിപ്പ് എടുക്കുക. അത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ കൂട്ടാം. പിന്നെ ഏലക്കായി, കറാമ്പൂവ്, കറാമ്പട്ട, കുരുമുളക്, വലിയ ജീരകം, 4 തണ്ട് കറിവേപ്പിൻ്റെ ഇല. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ബാക്കിയുള്ളത്, കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, ഉപ്പ്, പഞ്ചസാര, വെളുത്തുള്ളി. സോയാബീന് പൊരിക്കാനാണ്. ചട്ടി വെച്ചിട്ടുണ്ട്. പൊരിച്ചിട്ടാണ് സോയാബീൻ അച്ചാറിടുക. ഇത് കഴിയാതെ പൊരിച്ചെടുക്കും വേണം. നല്ല മൂപ്പും വേണ്ട. പകുതിയായിട്ട് പൊരിക്കട്ടോ. പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലവർ ഓയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കടുക് കുറച്ച് മതി. കടുക് നല്ല പൊട്ടിയിട്ടുണ്ട്. 4 തണ്ട് കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി കഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, ഉലുവ പൊടിച്ചത്, 3 കഷ്ണാക്കിയിട്ട്. ഇനി പഞ്ചസാര 1 ടീസ്പൂണ്. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. കായം തേക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത കാരണമാണ്. അണ്ടിപ്പരിപ്പ് വറുത്ത് പൊടിച്ചതും ഏലക്കായും ഒക്കെ കൂടി ചേർത്തത്. മുളകും പൊടിയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഈ ചുരുക്കം ഒഴിച്ച് പച്ചമുളക് പൊടി അധികം ചേർത്തിയിട്ടില്ല. കായ മസാല ഇട്ടതാണ്. തിളച്ച് പൊരിച്ച ബീഫിട്ട് അപ്പം തിളച്ച് വന്നിട്ടുണ്ട് കറി ചാറ്. അപ്പം ഞാൻ ഇതിലേക്ക് ഈ സോയാബീൻ പൊരിച്ചതിട്ട് നല്ലൊന്ന് കുറുകി വരണം തിളച്ചിട്ട്. സോയാബീൻ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്ത്. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനും 1 വർഷം വരെ നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ സൂക്ഷിച്ച് വെച്ചാൽ 1 വർഷം വരെ അത് ഉപയോഗിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് വീട്ടിലുണ്ടാക്കി വെക്കുക. എങ്ങനെയുണ്ടെന്ന്